തലസ്ഥാനത്തെ ചോരക്കളി നിർത്താൻ കേരളം ഭരിക്കുന്ന പാർട്ടിയും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും തയ്യാറാകാത്തത് എന്തുകൊണ്ട്? ശ്രീ വി കെ മധു, എന്തുകൊണ്ടാണ് BJP പ്രവർത്തകനായ രാജേഷിന്റെ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് CPM കൈ കഴുകുന്നത്? CPM-ന് പങ്കില്ലാത്തത് കൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് പങ്കില്ല എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ കരിമ്പൂങ്കോണത്തുണ്ടായിരിക്കുന്ന സംഭവം, ആ കൊലപാതകം അത്യന്തം ദാരുണമാണ്. വളരെ ഹീനമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. പക്ഷേ ആ കൊലപാതക കേസിലെ മുഖ്യപ്രതി കൊല്ലപ്പെട്ട രാജേഷ് തന്നെ അവസാനം മരണമൊഴി കൊടുത്തതിൽ പരാമർശിക്കുന്ന മണികണ്ഠൻ എന്ന് പറയുന്ന ക്രിമിനലിൻ്റെ പശ്ചാത്തലം പോലീസ് രേഖകളിലുണ്ടെന്ന് പരിശോധിച്ച് നോക്കൂ. അയാൾ കാപ്പ കേസിൽ പ്രതിയാണ്. 6 മാസക്കാലം ജയിൽവാസം അനുഭവിച്ച ആളാണ്. കഴിഞ്ഞ കാലത്ത് കഴക്കൂട്ടത്തും തിരുവനന്തപുരം നഗരത്തിൻ്റെ പല പരിസരത്തും നടന്ന ക്രിമിനൽ ആക്രമണങ്ങളിൽ മുഖ്യ പങ്കുവഹിച്ചയാളാണ്. അയാൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ കാലത്ത് കഴക്കൂട്ടത്തെ മുൻ കോൺഗ്രസ് MLA-യുമായിട്ടുള്ള ചില ബന്ധങ്ങളല്ലാതെ അയാൾ അറിയപ്പെടുന്നൊരു ഗൂണ്ട തലവനാണ്. ഒരു കൂലിത്തല്ല് സംഘമാണ് ഇതിൻ്റെ പിന്നിൽ. ഈ രാജേഷിൻ്റെ വീടും ഈ പറയുന്ന മണികണ്ഠൻ്റെ വീടും എന്ന് പറയുന്നൊരു 300 മീറ്ററിൻ്റെ അകലമാണ് കരിമ്പൂങ്കോണം കോളനി. 2 കോളനിയാണ്. ഒന്ന് IHD കോളനിയും മറ്റത് ഒരു ഏലായുടെ മറുവശത്ത് ആണ് രാജേഷ് താമസിക്കുന്നത്. രാജേഷ് അവിടെ പ്രമുഖനായൊരു സാമൂഹ്യ പോത്തനോ രാഷ്ട്രീയ പോത്തനോ ഒന്നുമല്ല. RSSൻ്റെ ശാഖാകാര്യവാഹാണ്. അയാളെ സംബന്ധിച്ച് അവിടെ നാട്ടുകാർക്കോ മറ്റുള്ളവർക്കോ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമോ പരാതിയോ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ രാജേഷ് ഒരു കക്ഷിയല്ല. പക്ഷേ അവിടെ ഇവർ തമ്മിലുള്ള വ്യക്തിപരമായ കുടിപ്പകയാണ് ദാരുണമായ അത്യന്തം ഹീനമായ ഈ കൊലപാതകത്തിലെത്തിക്കുക. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ പ്രധാന ആസൂത്രകനായ മണിക്കുട്ടൻ അറസ്റ്റിലായിട്ടുണ്ടല്ലോ. മണിക്കുട്ടന് CPM-മായി ഒരു ബന്ധവുമില്ല, ഒരു ഗൂണ്ട മാത്രമാണ് മണിക്കുട്ടൻ എന്നാണ്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് മണിക്കുട്ടൻ CPM-ന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല ബൂത്ത് ഏജന്റായി പോലും മണിക്കുട്ടൻ വന്നിട്ടുണ്ട് എന്നാണ് ആരോപണം. അത് ശരിയുമാണല്ലോ. CPM-ന്റെ ബൂത്ത് ഏജന്റ് ആയിരുന്നു. 27-ാം നമ്പർ ബൂത്തിൽ കഴക്കൂട്ടത്ത് ബൂത്ത് ഏജന്റ് ആയിരുന്നു മണിക്കുട്ടൻ. അതെന്തുകൊണ്ട് CPM-ന് അംഗീകരിക്കാൻ കഴിയുന്നില്ല? ഈ മണിക്കുട്ടൻ എന്ന വ്യക്തി, ഈ ദാരുണമായ കൊലപാതകം നടത്തിയ മണിക്കുട്ടൻ എന്ന വ്യക്തി, ഈ വ്യക്തിക്ക് പല പാർട്ടികളുമായും ബന്ധമുണ്ടെന്ന് താങ്കൾ ആദ്യം പറഞ്ഞുവല്ലോ. പലരുടെയും കയ്യിൽ ഗൂണ്ടയായിട്ട് അവതരിച്ചിട്ടുള്ള ആളുകളാണ് എന്ന്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ CPM-ന്റെ കയ്യിലാണല്ലോ മണിക്കുട്ടൻ. അതുകൊണ്ടാണല്ലോ CPM-ന്റെ 127-ാം നമ്പർ ബൂത്ത് ഏജന്റായിട്ട് പ്രവർത്തിച്ചത് ഈ മണിക്കുട്ടൻ. 127-ാം നമ്പർ ബൂത്തിൽ മണിക്കുട്ടൻ ബൂത്ത് ഏജന്റ് ആയിരുന്നോ എന്നുള്ള വിഷയം എനിക്ക് പരിശോധിക്കാൻ പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ അന്വേഷണത്തിൽ അവിടുത്തെ ഞങ്ങളുടെ പ്രാദേശിക പാർട്ടി നേതൃത്വവുമായിട്ട് ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും ഞാൻ സംസാരിച്ചതാണ്. ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഈ മണികണ്ഠൻ എന്ന് പറയുന്ന ക്രിമിനലില്ല, കഴിഞ്ഞ കാലത്തും ഉണ്ടായിട്ടില്ല. പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ഏതെങ്കിലും പ്രകടനത്തിലോ ഇപ്പോൾ DYFIയുടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഏതെങ്കിലും പ്രകടനത്തിൽ ഒരു കൊടിയും പിടിച്ച് എവിടെയെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ ഇയാൾ DYFIക്കാരനാണ് എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ പാർട്ടി അംഗത്വമോ ഞങ്ങളുടെ ബഹുജന സംഘടനയുടെ ഭാരവാഹിത്വമോ അവിടെ ഏതെങ്കിലും മുഖ്യമായിട്ട് പാർട്ടിയുടെ പരിപാടികളുടെ സംഘാടകനോ ഒന്നുമായിട്ട് ഈ ക്രിമിനൽ സംഘത്തിന് ഒരു ബന്ധവുമില്ല. അങ്ങനെ ഇല്ല. പക്ഷേ ഈ കൊലപാതക ഹീനമാണ്. അതിനേക്കാൾ ഹീനമാണ് ഇത് CPM-ന്റെ മേൽ ആരോപിച്ചുകൊണ്ട് തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് BJPയുടെ നേതൃത്വത്തിൽ അരങ്ങേറുന്ന അക്രമങ്ങളെല്ലാം തന്നെ ന്യായീകരിക്കാനും സാധൂകരിക്കാനും നടക്കുന്ന ശ്രമം അതിനേക്കാൾ ഹീനമാണ്. സുരേഷ്, ഇപ്പോൾ 2 പേരുടെ കാര്യമാണ് ഉള്ളത്. ഒന്ന് മണിക്കുട്ടനാണ് ഇതിന്റെ ആസൂത്രകൻ എന്നാണ് പറയുന്നത്. മണിക്കുട്ടൻ പിടിയിലായിട്ടുണ്ട്. മണിക്കുട്ടൻ CPM-കാരനല്ല, മറിച്ച് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. കേസിലും പെട്ടിട്ടുള്ള ആളാണ്. ഈ രാജേഷും മണിക്കുട്ടനും ഈ 2 പേരും കേസിൽ പെട്ടിട്ടുള്ള ആളാണ്. രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് CPM പറയുന്നതിന്റെ ന്യായീകരണം അതാണ്. ശ്രീകാര്യത്തെ കടമ്പുകോണം എന്ന സ്ഥലത്ത് കോളനിയിൽ കൊല്ലപ്പെട്ട രാജേഷും പിടിയിലായ മണിക്കുട്ടനും തമ്മിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്. 2 കേസുകൾ രജിസ്റ്റർ ചെയ്തതാണ്. ഇതിൽ ഒരു കേസിൽ മണിക്കുട്ടനും മറ്റൊരു കേസിൽ കൊല്ലപ്പെട്ട രാജേഷും പ്രതികളാണ്. മണിക്കുട്ടൻ CPM-കാരനല്ല, കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു എന്നാണ്. മാത്രമല്ല മണിക്കുട്ടന്റെ പിതാവ് തങ്കമണി INTUC പ്രവർത്തകനാണ്. അറസ്റ്റിലായ പ്രമോദ് എന്നയാൾ, അവിടെയാണ് BJPയുടെ ബന്ധം പോലും ഈ പ്രതികൾക്ക് മേൽ ഉന്നയിക്കുന്നത്. പ്രമോദ് എന്നയാൾ BMS-കാരനായ പ്രേമന്റെ മകനാണ്. ഇതുമാണ് CPM-ന്റെ വാദം. അങ്ങനെയെങ്കിൽ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ്, അത് CPM ആണ് അതിന് പിന്നിലെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനം മുഴുവൻ ഇന്ന് ഹർത്താൽ പ്രഖ്യാപിക്കാൻ BJP തുനിഞ്ഞത് അത് ജനത്തെ വിഡ്ഢിയാക്കുന്നതിന് തുല്യമാണല്ലോ. ഞാൻ ശ്രീ വി കെ മധുവിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഇപ്പോൾ 7 പ്രതികളെ പിടിച്ചതിൻ്റെ ലിസ്റ്റ് ഞാൻ വായിക്കാം. ഒന്ന് മണിക്കുട്ടൻ ഈ സ്ഥലത്തുള്ള ആളാണ്. ശ്രീനഗർ കോളനി എന്നോ അല്ലെങ്കിൽ കരിമ്പുംകോണം കോളനി എന്നോ പറയുന്ന ആ സ്ഥലത്തുള്ള ആളാണ്. അയാൾ DYFI കഴിഞ്ഞ 2 വർഷമായിട്ട് DYFIക്കാരനാണ്.
അതിനു മുമ്പ് കോൺഗ്രസ്സുകാരനാണ്. ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇലക്ഷൻ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ കുപ്രസിദ്ധ ഗുണ്ടകളെ മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടി വശത്താക്കിയ കൂട്ടത്തിൽ മണിക്കുട്ടൻ എന്ന് പറയുന്ന ഗുണ്ടയെയും CPM പാളയത്തിൽ എത്തിക്കുന്നതിൽ CPM വിജയിച്ചു. അങ്ങനെ മണിക്കുട്ടൻ അന്ന് മുതൽ DYFI-കാരനാണ്. അത് കഴിഞ്ഞാൽ വിജിത്ത് ശ്രീകാര്യത്തെ CITU തൊഴിലാളിയാണ്. എബി അതെടുത്ത് മറ്റൊരു പ്രതി, അയാൾ CITU തൊഴിലാളിയാണ്. ഷൈജു ഏലിയാസ് ബിജു എന്ന് വിളിക്കപ്പെടുന്ന ഷൈജു, അയാളുടെ ഫേസ്ബുക്ക് പേജ് ഇപ്പോൾ തന്നെ ശ്രീ മഞ്ജുഷ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇവരുടെ ബീഫ് ഫെസ്റ്റ് ഭംഗിയായിട്ട് നടത്തുന്ന DYFI-യുടെ കൊടി വെച്ച് ബീഫ് ഫെസ്റ്റ് നടത്തുന്നതാണ് അതിൻ്റെ ചിത്രമായിട്ട്. അതോടൊപ്പം തന്നെ പ്രമോദ് ദൗർഭാഗ്യവശാൽ ഒരു BMS പ്രവർത്തകന്റെ മകനായി ജനിച്ചു പോയെങ്കിലും അയാൾ ഇവരെയൊക്കെ കടത്തിവെട്ടുന്ന DYFI ഗുണ്ടയാണ്. അതുപോലെ തന്നെ അരുൺ എന്ന് വിളിക്കപ്പെടുന്ന മഹേഷ് ബ്രദേഴ്സ് എന്ന് പറയുന്ന മണിക്കുട്ടൻ്റെ ഫേസ്ബുക്ക് പേജിലെ ഫ്രണ്ട്സാണ്. ഇവർ ഒരുമിച്ച് ചേർന്നുള്ള ഗുണ്ടാ സംഘമാണ് എല്ലാ സ്ഥലത്തിലുള്ള കൊട്ടേഷന് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് സാജുവിൻ്റെ കുടുംബ പശ്ചാത്തലം, സാജുവിൻ്റെ വീട്ടിലാണ് ഇത്രയും ആൾക്കാരെ ഇന്ന് പാർപ്പിച്ചിരുന്നത്. ഈ സാജുവിൻ്റെ കുടുംബ പശ്ചാത്തലം കമ്മ്യൂണിസ്റ്റ് കുടുംബ പശ്ചാത്തലമാണ്. ഇതിൽ ആരെയാണ് നിങ്ങൾ DYFI അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഇതിൽ ഏത് പ്രതിയെയാണ് എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഒന്ന്. രണ്ടാമത് വ്യക്തി വൈരാഗ്യം എന്നാണ്. ശ്രീകാര്യത്തെ ഈ പറയുന്ന സ്ഥലത്തെ അവിടുത്തെ കോളനിയിലെ ഒരു വ്യക്തി വൈരാഗ്യം അതിന് രാഷ്ട്രീയ നിറം നൽകുന്നു എന്നാണ് CPM-ന്റെ ആരോപണം. അതാണല്ലോ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് വിശദീകരിച്ചത്. ഞങ്ങളുടെ മരണപ്പെട്ട 34 വയസ്സുകാരനായിട്ടുള്ള രാജേഷ് എല്ലാ ദിവസവും കൂലിപ്പണിക്ക് പോയി വൈകുന്നേരങ്ങളിൽ ശാഖാപ്രവർത്തനം നടത്തിയിട്ട് എല്ലാ ദിവസവും വരുന്നത് പോലെ അവിടെ വന്ന് പാല് വാങ്ങി വീട്ടിലേക്ക് 2 കൊച്ചു കുഞ്ഞുങ്ങൾ മാത്രമുള്ള വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ റുട്ടീനാണ്. അദ്ദേഹം ശാഖയിൽ വരുന്നു, ശാഖയിൽ നിന്ന് പോകുന്ന വഴിയിൽ ആ മിൽമ ബൂത്തിൽ വന്ന് പാല് വാങ്ങുന്നു, മാവും വാങ്ങും, അരിമാവും വാങ്ങും. അതിനുശേഷം വീട്ടിൽ കുട്ടികളോടൊപ്പം കളിച്ചിരിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ രീതി. അവിടുത്തെ ഒരു സാധു മനുഷ്യനാണ്. സംഘടനാ പ്രവർത്തനത്തിനപ്പുറം മറ്റൊന്നിൽ കൂലിപ്പണി ചെയ്യുക, സംഘടനാ പ്രവർത്തനം നടത്തുക, ഇതിലപ്പുറം മറ്റൊരു ഇടപാടുകളും ഇല്ലാത്ത ഒരു സാധു മനുഷ്യനാണ് അദ്ദേഹത്തിനെതിരെ മണിക്കുട്ടൻ എപ്പോഴെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ? ഇദ്ദേഹം മണിക്കുട്ടനെതിരെ എപ്പോഴെങ്കിലും 2 കേസിലുണ്ടല്ലോ. അത് അവിടുത്തെ രാജേഷും പിടിയിലായ മണിക്കുട്ടനും തമ്മിൽ പ്രശ്നമുണ്ടായതായി 2 കേസുകൾ രജിസ്റ്റർ ചെയ്തതാണ്. ഒരു കേസിൽ മണിക്കുട്ടനും മറ്റൊരു കേസിൽ കൊല്ലപ്പെട്ട രാജേഷും പ്രതികളാണ്. രാഷ്ട്രീയ കേസാണത്. അത് RSS കാര്യവാഹ് എന്ന നിലയിൽ രാജേഷ് കൊടുത്ത കേസുകളും അതോടൊപ്പം തന്നെ മാർക്സിസ്റ്റ് പാർട്ടി അവിടെ കൊടുത്ത കേസുകളുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് 2 കേസുകളുണ്ട്. ആ കേസുകൾ രാഷ്ട്രീയ കേസുകളാണോ? നിലവിൽ അവിടെ രാഷ്ട്രീയ കേസല്ലാത്ത ഒരു കേസുമില്ല. അവിടുത്തെ സാമുദായിക കേസില്ല. ഇപ്പോൾ പറഞ്ഞ പേരുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ പ്രധാന ആസൂത്രകനായ മണിക്കുട്ടന്റെ കാര്യത്തിൽ മാത്രം മണിക്കുട്ടൻ നേരത്തെ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു, CPM-കാരനായി. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം ഇതൊരു ഗൂണ്ടാ ഗ്യാങ് ആണ്. ഇതിൽ നേരത്തെ പറഞ്ഞല്ലോ, പ്രമോദ് എന്ന് പറയുന്ന BMS തൊഴിലാളിയുടെ മകൻ, അവരടക്കം ഉൾപ്പെടുന്നൊരു ഗൂണ്ടാ ഗ്യാങ് ആണ്. ഇവരെല്ലാം ബന്ധുക്കളാണ്. ഇവർ കൂലിത്തല്ല് സംഘമാണ്. ഈ രാജേഷും പല സന്ദർഭങ്ങളിലും ഇവരുമായിട്ട് സഹകരിച്ചൊക്കെ ബോധിക്കുകയും പരസ്പരം പല സംഘർഷങ്ങളും ഉണ്ടാവുകയും കേസുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തവരാണ്. കോൺഗ്രസുകാരുടെ കയ്യിലെ പാവയായി കളിച്ചിരുന്ന സമയത്ത് കോൺഗ്രസുമാർക്ക് വേണ്ടിയാണല്ലോ പണിയെടുത്തിരുന്നത് മണിക്കുട്ടൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ CPM-ലാവുമ്പോൾ CPM-ന് വേണ്ടി പണിയെടുക്കും. മണിക്കുട്ടൻ ഞങ്ങളുടെ ചെറുവയ്ക്കൽ LC സെക്രട്ടറി സജിയുടെ വീട് ആക്രമിച്ച കേസിലെ പ്രതിയാണ്. അതെ, പ്രതിയാണ്. അയാളൊരു ഗൂണ്ട എലിമെന്റ് ആണ്. അത് ഇവർ പരസ്പരം ബന്ധുക്കളാണ്. ആ കോളനിക്കകത്തുള്ള ഒരു ഗ്യാങ് ആണ്. ഇവർ ബന്ധുക്കളാണ്. ഈ മണിക്കൂട്ടിന് വീട്ടിൽ നിന്ന് ഒരു 300 മീറ്റർ മാത്രം അകലെയാണ് രാജേഷിന്റെ വീട്. ഇവര് സൗഹൃദമുള്ളവരാണ്. രാജേഷിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചിലർ പേര് ഈ ഗ്യാങ്ങിനകത്ത് പെട്ടിട്ടുണ്ട്, ഈ പ്രതികളായിട്ട്. പോലീസ് പറയട്ടെ, ഈ മണിക്കുട്ടന്റെ പോലീസ് അന്വേഷിക്കട്ടെ. ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസിനെയും വലിച്ചിഴച്ചിട്ടുണ്ട് ഇതിലേക്ക്. കോൺഗ്രസ് പറയുന്നുണ്ടല്ലോ, ഇവർ തമ്മിലുള്ള BJP-യും CPM-ഉം തമ്മിലുള്ള ചോരക്കളി നിർത്തണം, കൊലക്കത്തി താഴെയിടണമെന്ന്. പക്ഷേ ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ്. അതായത് ഈ പ്രധാന ആസൂത്രകൻ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു എന്നാണ്. അല്ല മഞ്ജുഷേ, ഈ വിഷയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അതായത് കഴിഞ്ഞ 27-ാം തീയതി മുതൽ തുറന്നു വരുന്ന സംഭവ പരമ്പരകളുടെ ഏറ്റവും അവസാനമാണ് ഈ കൊലപാതകം. 5 ദിവസമായി. അപ്പോൾ കോളേജുകളിൽ തുടങ്ങിയ ABVP SFI സംഘർഷം തുടങ്ങി. അത് MG കോളേജിലായാലും അല്ലെങ്കിൽ ഐരാണിമുട്ടം ഹോമിയോ കോളേജിലായാലും അതൊക്കെ നടക്കട്ടെ, അത് കഴിഞ്ഞു. അവിടെ തീർക്കാമായിരുന്നു, തീർത്തില്ല. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണ്, അവിടെ നിൽക്കട്ടെ. ഞാൻ നേരെ പോയിന്റിലേക്ക് വരാം. ഇവിടെ ഈ കോൺഗ്രസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിനകത്ത് പറയുന്നത് യാതൊരു സാഹചര്യമില്ല. ഈ പറയുന്ന മണിക്കൂട്ടനെ സംബന്ധിച്ച് അവരിത് പറയുമ്പോൾ
കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്താണ് ഈ മണിക്കൂട്ടനെ കാപ്പ പ്രകാരം ഗുണ്ടാ നിയമപ്രകാരം അകത്തിടാനുണ്ടായ സാഹചര്യത്തിൽ 3 കേസുകൾ പ്രധാനപ്പെട്ടത് കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട് കയറി ആക്രമിച്ചതിനാണ്. കോൺഗ്രസിൻ്റെ ആ പ്രദേശത്തെ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയും സേവാദളിൻ്റെ നേതാവുമായ ശശിയുടെ വീട് കയറി ആക്രമിച്ച കേസിൽ പ്രതിയാണ്. ഞാൻ പറഞ്ഞതല്ല. അതിനുശേഷം അവിടുത്തെ ഞാനൊന്ന് പറഞ്ഞിട്ട് അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ ഒരു കാര്യത്തിലൂടെ വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു തരാനുള്ള ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അതിനപ്പുറമായി യൂത്ത് കോൺഗ്രസിൻ്റെ ഉള്ളൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷിനെ ആക്രമിച്ച കേസിലെ പ്രതിയാണ്. രാഷ്ട്രീയമായി ആക്രമിച്ചതാണ്. അതിനുശേഷം കഴക്കൂട്ടം മുൻ MLA MA വാഹിദിന് ഇത് ഈ ഒരു ബന്ധവുമില്ല. ഒരു ബന്ധവും ഇപ്പോൾ ഇല്ല. ഒരു ബന്ധവും അന്നത്തെ കാര്യമാണ് ഇവരുടെ പൂർവാശ്രമത്തിൽ ഇവർ എന്തായിരുന്നു എന്നുള്ളത് നോക്കിയിട്ടല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ ആരാണ്, എവിടെയാണ് നിൽക്കുന്നുള്ളത് പ്രസക്തമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഇവർ ഏത് പ്രസ്ഥാനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? കഴിഞ്ഞ ഇലക്ഷനിൽ കടകംപള്ളി സുരേന്ദ്രന് വേണ്ടി സജീവമായി രംഗത്തുണ്ടായിരുന്ന ഒരാളാണ് ഇദ്ദേഹം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതായത് അന്ന് കോൺഗ്രസിന് വേണ്ടി രാഷ്ട്രീയ മുതലെടുപ്പിന് പണിയെടുത്തു. ഇപ്പോൾ CPM ഒരിക്കലുമല്ല. കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസ് പ്രവർത്തകരോട് തന്നെ ഏറ്റുമുട്ടാൻ വന്നതിന്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ ആളാണ് ചാമക്കാല. ഇവിടെ ഇപ്പോൾ നടന്നത് ഒരു രാഷ്ട്രീയ കൊലപാതകമാണോ അതോ വ്യക്തിവൈരാഗ്യമാണോ എന്നുള്ളതാണ് പ്രശ്നം. അല്ല, അത് പറയുമ്പോൾ ഇതിലേക്ക് മാത്രം വന്ന് നിൽക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ശ്രീ മധു പറഞ്ഞല്ലോ ഇവരാരും CPM മാരല്ലാന്ന്. ട്രൗസർ മനോജ് CPM മായിരുന്നോ? കൊടിച്ചുനി CPM മായിരുന്നു. ഏത് ഭാരവാഹിത്വം അവർ വഹിച്ചിരുന്നത്? അതൊക്കെ പറയേണ്ടത് സുരേഷിനെ പോലുള്ളവരാണ്. ഞാൻ പറയുന്നത് ഇവിടെ TP ചന്ദ്രശേഖരനെ ഉൾപ്പെടെ കൊന്നവരെ ഉൾപ്പെടെയുള്ളവർ ഒരിക്കലും ഒരു പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്തിരുന്നവരല്ല. അതിവർ എപ്പോഴും ആദ്യം ജില്ലാ സെക്രട്ടറി പറയും പാർട്ടിക്ക് അത് തന്നെയാണ് ഇവിടെ ആവർത്തിച്ചെന്ന് BJP-ക്കാർ കുറ്റപ്പെടുത്തിയല്ല. അതിന് തെറ്റാണെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ഞാൻ BJP-ക്കോ CPM-നോ വക്കാലത്ത് പറയില്ല. ഇവിടെ ഈ സംസ്ഥാന തലസ്ഥാന ജില്ലയിൽ ഇതുവരെ ഇല്ലാത്ത അക്രമ സംഭവങ്ങൾ കഴിഞ്ഞ 27-ാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുന്നു. അത് ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന അക്രമ പരമ്പരകൾ ഏറ്റവും അവസാനം കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിൻ്റെ പിന്നിലുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പിന്നിലെ BJP-യുടെയും CPM-ൻ്റെയും രാഷ്ട്രീയം കടന്നു വരുന്നത്. അവിടെ രാഷ്ട്രീയമാണ് നമ്മൾ കാണേണ്ടത്. BJP-യെ സംബന്ധിച്ച് കഴിഞ്ഞ 19-ാം തീയതിയാണ് BJP-യുടെ സംഘടനാ തലത്തിൽ എടുത്ത ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ച് കോഴ വിഭാഗത്തെ സംബന്ധിച്ച് മെഡിക്കൽ കോഴ വിഭാഗത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തു വരുന്നത്. അന്ന് മുതൽ BJP പ്രതിരോധത്തിലാണ്. ഏറ്റവും അവസാനം 27-ാം തീയതി നടന്ന ഈ സംഘർഷം തുടങ്ങുന്ന തിരുവനന്തപുരം ടൗണിൽ 27-ാം തീയതി രാവിലെ നടന്ന ക്യാബിനറ്റിലാണ് കൊട്ടാരം കൊടുക്കാൻ തീരുമാനിച്ചത്. കൊട്ടാരം രവിപ്പിള്ളയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ച രവിപ്പിള്ളയുടെ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആരാണ്? ഈ പറയുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകനാണ്. അല്ല, ഞാൻ പറയുമ്പോൾ അങ്ങ് ഇടപെടായിരുന്നില്ല. ഈ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചും ആവശ്യത്തിലേക്കൊന്നും പോകണ്ട. BJP-ക്കാരനെ ദാരുണമായി വെട്ടിക്കൊന്നത് മറ്റു പാർട്ടിക്കാരെന്ന് പറഞ്ഞ് കൈ കഴുകുവാനുള്ള ശ്രമം ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി പോലും നടത്തിയിട്ടുണ്ട്. എന്ത് സംശയിക്കുന്നു? ആരാണ് ഇതിന് പിന്നിലെന്നാണ് ഷാജർ ഖാൻ. അല്ല, ഇതേ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം വാസ്തവത്തിൽ ജനങ്ങൾ വളരെ വളരെ ദയനീയമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ ഈ അക്രമ സംഭവങ്ങളുമായി കേന്ദ്രം ഭരിക്കുന്ന BJP-യും സംസ്ഥാനം ഭരിക്കുന്ന CPM രംഗത്ത് വന്നിരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കണം. ഇതിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ടൊരു വിഷയങ്ങളുമില്ല. മറിച്ച് ഇവിടെ രാഷ്ട്രീയത്തെ അക്രമാസക്തമാക്കുകയും കേരളത്തെ അക്രമത്തിൽ മുക്കിക്കൊല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പൊടുന്നനെ വന്നിരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കണം. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൂടി വെച്ചുകൊണ്ടാണല്ലോ ഈ വിഷയത്തെ പരിശോധിക്കാനായിട്ട്. ഇപ്പം അക്രമം നടത്തുന്ന പാർട്ടിക്കാർ അവരുടെ രാഷ്ട്രീയം, സങ്കുചിതമായ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അക്രമ സംഭവങ്ങൾ ഇത് എന്തിനു വേണ്ടി നടത്തുന്നത്? ഇപ്പോൾ ഈ പാവപ്പെട്ട സാധാരണ ഏത് പാർട്ടിയായാലും, ഇപ്പോൾ BJP ആയാലും CPM ആയാലും, ഈ കൊലപാതകത്തിന് ഇരകളായിരിക്കുന്നവരെല്ലാം സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളാണ്. ആ സാധാരണക്കാരനെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ട് ഈ കൊലക്കത്തി താഴെ ഇടുന്നതിനെ സംബന്ധിച്ച് വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പം ഈ പാർട്ടി നേതാക്കന്മാർ എന്താ പറയുന്നത്? ആദ്യം CPM നേതാക്കന്മാർ കത്തി താഴെ വെക്കണം എന്നാണ് BJP നേതാക്കൾ പറയുന്നത്. അതല്ല, BJP ആണ് ആദ്യം കത്തി താഴെ വെക്കേണ്ടത് എന്നാണ് CPM നേതാക്കന്മാർ. രണ്ടുപേരും കത്തി താഴെ വെക്കുന്നുമില്ല. അപ്പോൾ ഇത് ആരാദ്യം കത്തി താഴെ വയ്ക്കും എന്നതിനെ സംബന്ധിക്കുന്ന ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അടിസ്ഥാന പ്രശ്നം പനി മൂലം ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം. ഷാജർ ഖാൻ, കഴിഞ്ഞ 5 ദിവസമായി ഈ പ്രശ്നം ഇവിടെ തുടരുകയാണ്. 27-ാം തീയതി തുടങ്ങിയതാണ്. ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങി, പിന്നെ അത് വഷളായി. ഇതിനിടയിൽ ഇത് മാന്യമായി പരിഹരിക്കുവാനുള്ള ശ്രമം ഉണ്ടായോ? ഒരു ചർച്ചയെങ്കിലും ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ല, നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പ്രശ്നം അങ്ങനെ ഒരു ചർച്ച ചെയ്തോ അല്ലെങ്കിൽ ഒരു പരിഹാരത്തിലേക്ക് നയിക്കുവാനോ ഈ പാർട്ടിക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ അക്രമ രാഷ്ട്രീയം ഇവിടെ വരേണ്ടുന്നത് അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന്. ഇപ്പോൾ ഈ സ്വാശ്രയ നയത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നു, അതിൻ്റെ ദുരന്തങ്ങൾ വന്നു,
പനിയുടെ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾ കിടന്ന് ഉലയുമ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് യഥാർത്ഥത്തിൽ